തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ. വാസ്കോ ഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 ഇത് ശരിയാണ്. ബി. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 അത് തെറ്റാണ്. 1600 വർഷത്തിലാണ് കുഞ്ഞാലിമരയ്ക്കാരെ തൂക്കിലേറ്റുന്നത്. ഓപ്ഷൻ ബി തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. അത് ശരിയാണ്. ഓപ്ഷൻ ഡി. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചിൽ യുദ്ധം. അത് ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 അത് ശരിയാണ്. ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം. അത് തെറ്റാണ്. കാരണം 1847 രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. അതും തെറ്റാണ്. 1815 കോട്ടയത്ത് CMS സെമിനാരിയും കോളേജും സ്ഥാപിക്കുന്നത്. ഓപ്ഷൻ ഡി നോക്കാം. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂളും സ്ഥാപിച്ച വർഷം 1841 അത് ശരിയാണ്. അപ്പോൾ ഇവിടെ എയും ബിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരി. ഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ എ. ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. അത് 1820 വർഷം. ബി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നു. വർഷം വരുന്നത് 1773. സി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. വർഷം വരുന്ന 1793. ഓപ്ഷൻ ഡി. സന്താളുക്കളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഇത് വരുന്നത് 1855 മുതൽ 56 വർഷങ്ങളിലാണ്. ഇവിടെ ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് ബി, സി, എ, ഡി ആ ഒരു ക്രമത്തിലാണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ശരിയായ രണ്ട് പ്രസ്താവനകളുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ. 1892 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചത്. അത് തെറ്റാണ്. 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. ഓപ്ഷൻ ബി. ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 അത് ശരിയാണ്. ആ ദിവസമാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത്. ഓപ്ഷൻ സി. 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1915 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. അത് തെറ്റാണ്. 1915 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അടുത്ത ഓപ്ഷൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇത് ശരിയാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ബിയും ഡി ആണ്. ഓപ്ഷൻ ബിയും ഡി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. ആറാമത്തെ നോക്കാം. 5 ഊർജ തന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ജോൺ എം മാർട്ടിനസ് ആണ് ആൻസർ. ചോദ്യം 7 ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ഡി 130C ആണ് കേരളത്തിലൂടെ കടന്നു പോകാത്ത ദേശീയപാത. ഈ ദേശീയപാത കടന്നു പോകുന്നത് ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെയാണ്. ചോദ്യം 9 ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. ഉത്തരം എ നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നദീതടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 10 PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ ഡി കാർൽ റിട്ടർ. ഹംബോൾട്ട് സിസ്റ്റമിക് സമീപനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അതുകൂടെ ഓർത്തു വയ്ക്കുക. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. താപവിപര്യം എന്നാണ് അറിയപ്പെടുന്നത്. ചേരുംപടി ചേർക്കുക. 1 ദശവത്സര പദ്ധതി വിശ്വേശ്വരയ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗാന്ധിയൻ പദ്ധതി NS അഗർവാളുമായിട്ടാണ്. ദേശീയ ആസൂത്രണ സമിതി അത് ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബോംബെ പ്ലാൻ JRD ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ ഡി ബ്രസീലിലാണ് കാരജാസ് സ്ഥിതി ചെയ്യുന്നത്. ആമസോൺ വനമേഖലയോട് ചേർന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗുണമേന്മയുള്ള ഇരുമ്പയിര് ഖനിയാണ് കാരജാസ്. ചോദ്യം 15 താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ പേര് കണ്ടെത്തുക. 1 1982 നിലവിൽ വന്നു. കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം. ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനം കൂടിയാണിത്. ഏതാണ് ഈ സ്ഥാപനം? ഓപ്ഷൻ സി നബാർഡ്. നബാർഡിനെ കുറിച്ചാണ് ഈ ഓപ്ഷൻസ് പറയുന്നത്. 1982 ജൂലൈ 12 ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്. ചോദ്യം 16 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? 1 ഹരിത വിപ്ലവം ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തത്. ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. ശരിയാണ്. ഗവൺമെന്റിന് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ സാധിച്ചു. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ചോദ്യം 17 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1 വിദേശ നിക്ഷേപങ്ങൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. ശരിയാണ്. പ്രസ്താവന 2 അപകടകരമായ വസ്തുക്കൾ ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. അതും ശരിയാണ്. പ്രസ്താവന 3 പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു.
അത് ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് പ്രസ്താവന എ ആണ്. 1, 2, 3 എല്ലാം ശരിയാണെന്നുള്ളതാണ് ആൻസർ. ചോദ്യം 18. ചരക്ക് സേവന നികുതിയിൽ അതായത് GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കിയത്? ഓപ്ഷൻ ബി 12, 28% ആണ് ഒഴിവാക്കിയത്. ചോദ്യം 19. താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏത്? ഓപ്ഷൻ ബി പ്രായപൂർത്തി വോട്ടവകാശം. ജാതി മത സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും വോട്ടവകാശം നൽകുക എന്ന കാര്യത്തിൽ മാത്രമാണ് അസംബ്ലിയിൽ തർക്കങ്ങൾ ഇല്ലാതിരുന്നത്. ചോദ്യം 20. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകളാണ് 42ാം ഭേദഗതി വഴി ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. അത് ശരിയാണ്. ഓപ്ഷൻ ബി നോക്കാം. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെൻറ്റ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. ആ ഓപ്ഷൻ തെറ്റാണ്. കാരണം 42 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ നീക്കം ചെയ്തിട്ടുള്ളത്. 1978 ഭേദഗതി നടന്നിട്ടുള്ളത്. അത് തെറ്റാണ്. ഓപ്ഷൻ സി നോക്കാം. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. അത് ശരിയാണ്. ഓപ്ഷൻ ഡി സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേശവാനന്ദ ഭാരതി കേസ് നടന്ന വർഷം 1973. നോട്ട് ചെയ്ത് വയ്ക്കുക. നോക്കാം. താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ ത്രിതല സംവിധാനം. അത് ശരിയാണ്. ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം. അതും ശരിയാണ്. ഓപ്ഷൻ സി 33% വനിതാ സംവരണം. അതും ശരിയാണ്. ഓപ്ഷൻ ഡി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ രൂപീകരണം. ഓപ്ഷൻ ഡി തെറ്റാണ്. കാരണം സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ രൂപീകരണം പഞ്ചായത്ത് രാജ് നിയമവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ആൻസർ. ബന്ധമില്ലാത്ത ഓപ്ഷൻ ഡി ആണ്. പഞ്ചായത്ത് രാജിലെ ത്രിതല സംവിധാനത്തിൽ നമുക്ക് വരുന്നത് ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ സുഗമമായി നടത്തുന്നതിനായിട്ടാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വനിതാ സംവരണത്തിൻ്റെ കാര്യത്തിൽ 33% സംവരണം പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും കേരളത്തിൽ നിലവിൽ 50% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകുന്നുണ്ട്. അതുകൂടെ ഓർത്തു വയ്ക്കുക. താഴെ പറയുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. എ കേന്ദ്ര പട്ടിക പ്രതിരോധം, പോലീസ്, ജയിൽ. തെറ്റാണ്. കേന്ദ്ര പട്ടികയിൽ പോലീസും ജയിലൊന്നും കേന്ദ്ര പട്ടികയിലല്ല വരുന്നത്. അടുത്ത ബി സംസ്ഥാന പട്ടിക കൃഷി, ദേശീയപാതകൾ, തുറമുഖം ദേശീയപാതയെല്ലാം സംസ്ഥാന പട്ടികയിലല്ല കേന്ദ്ര പട്ടികയിലാണ് വരുന്നത്. അതുകൊണ്ട് ബി തെറ്റാണ്. സി സമവർത്തി പട്ടിക അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ. അത് ശരിയാണ്. കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ എല്ലാം വരുന്നത്.
ഓപ്ഷൻ ഡി നോക്കാം. അവശിഷ്ടാധികാരം, വിദേശകാര്യം, മൃഗസംരക്ഷണം, കറൻസി. എല്ലാം തെറ്റാണ്. അതെല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ 7 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺട്രോൾ ലിസ്റ്റ് എന്നിങ്ങനെ 3 തരത്തിലുള്ള ലിസ്റ്റുകളെ കുറിച്ചാണ് ഷെഡ്യൂൾ 7 പറയുന്നത്. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ എ ടി.എച്ച്. മാർഷൽ. ബ്രിട്ടീഷ് സാമൂഹിക ശാസ്ത്രജ്ഞനായ ഇദ്ദേഹം പൗരത്വത്തെ സിവിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ എന്നീ 3 ഘടകങ്ങളായി വിഭജിച്ചുകൊണ്ട് പൗരത്വത്തെക്കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾക്ക് അദ്ദേഹം വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. രാജ്യസഭയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭ സ്ഥിരം സഭയാകുന്നു, ശരിയാണ്. രാജ്യസഭ ഉപരിസഭയാകുന്നു, ശരിയാണ്. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമാകുന്നു, അത് തെറ്റാണ്. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. ഓപ്ഷൻ ഡി രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു, ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്.